4 ബാർ മെക്കാനിസത്തിന്റെ ഗ്രാഫിക്കൽ മെത്തേഡ്, യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ് എങ്ങനെ നമുക്ക് വെലോസിറ്റി ഒമേഗയും കണ്ടുപിടിക്കാം അതാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും 4 സൈഡ് തന്നിരിക്കാം, ആംഗിൾ തന്നിരിക്കാം, എന്നിട്ട് ഏതെങ്കിലും ഒരു വശത്തെ എന്തോന്ന് RPM തന്നിരിക്കാം, സ്പീഡ് ഓഫ് റൊട്ടേഷൻ തന്നിരിക്കാം, എന്നിട്ട് അതിൻ്റെ ഡയറക്ഷനും കൂടെ തന്നിരിക്കാം. ചിലപ്പോൾ ക്ലോക്ക് വൈസ് ആയിരിക്കാം, ചിലപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കാം. അപ്പം ആ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. ശരി, അപ്പം അത് അത്രയും ചോദ്യത്തിൽ തന്നിരിക്കും. എന്നിട്ട് അവർ പറയും ഒന്നെങ്കിൽ സിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ CD-യുടെ ഒമേഗ എന്ന് പറയുമ്പോൾ ആംഗുലർ വെലോസിറ്റി, V എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി. V എന്ന് പറയുന്ന സാധനം പോയിന്റ് അല്ലെങ്കിൽ ഒരു ജോയിന്റിലായിരിക്കും കാണപ്പെടുന്നത്. ഒമേഗ എന്ന് പറയുന്നത് ഒരു ലിങ്കിലാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പം VC എന്ന് പറയാം, പക്ഷേ ഒമേഗ CD-നെ പറയത്തുള്ളൂ, അതൊരു ലിങ്ക് ആയതുകൊണ്ട്. ഓക്കെ, ശരി. അപ്പം നമുക്കത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ആദ്യം കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കണം. സ്കെയിൽ എടുത്താണ് കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കേണ്ടത്. അപ്പം ഞാൻ 1 cm 10 mm എന്ന് എടുത്തു. അപ്പോൾ ഇതിനകത്ത് ഓരോ വാല്യൂവിനെ എടുത്ത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വേണം ഞാനിവിടെ വരയ്ക്കാനായിട്ട്. അപ്പം അങ്ങനെ ഞാൻ ഇത് വരച്ചതിന് ശേഷം ആംഗിൾ എടുത്തു, ഇത് കോമ്പസ് വെച്ച് വരച്ചു, ഇത് ഇത്രയും ചെയ്തു. എന്നിട്ട് ഇവിടെ ബാക്കിയെല്ലാം മാർക്ക് ചെയ്തു, ഇത്ര mm ആണെന്നുള്ളത് മാർക്ക് ചെയ്തു. ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു റൊട്ടേഷൻ, സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഉണ്ട്, n=150 RPM ആണെന്ന് മാർക്ക് ചെയ്തു. പിന്നെ എപ്പോഴും ഒരു ലിങ്കിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിന്റെ വെലോസിറ്റി വരുന്നത്. ഓക്കെ, ആക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ലിങ്കിന്റെ പെർപെൻഡിക്കുലർ വരച്ചു. എനിക്ക് മണ്ടയ്ക്കോട്ടും വരയ്ക്കാം, താഴോട്ടും വരയ്ക്കാം. ഞാൻ താഴോട്ട് വരയ്ക്കാൻ കാരണം അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ അതിൻ്റെ ആരോ, അപ്പം അതിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ്. അപ്പോൾ താഴോട്ട് ഇങ്ങനെ വരച്ചു 90 ഡിഗ്രി. ജസ്റ്റ് ഇത് കറക്റ്റ് ആയിട്ടാണ് മെഷർ ചെയ്താണ് വരച്ചിരിക്കുന്നത് 90 ഡിഗ്രി. ഓക്കെ, എന്നിട്ട് ഞാൻ അതിനെ നെയിം കൊടുക്കണം. നെയിം ഞാൻ എവിടെ നിന്നാണോ വരച്ചത് അത് എന്നിട്ട് അതിന്റെ മിച്ചമുള്ള അതാണ് എടുക്കേണ്ടത്. അതായത് ഈ ലിങ്കിന്റെ അല്ലേ വെലോസിറ്റി വരച്ചിരിക്കുന്നത്, ഈ ലിങ്ക് എന്ന് പറയുന്നത് AB അല്ലേ, അപ്പം B എന്നാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പം B ആദ്യം എഴുതി, മിച്ചമുള്ളത് എനെ കയറ്റി രണ്ടാമത് എഴുതി. അപ്പം AB എന്ന് പറഞ്ഞ ലിങ്കിന്റെ വെലോസിറ്റി ഞാൻ വരച്ചു. അതുപോലെ തന്നെ BCയുടെ വെലോസിറ്റി എനിക്ക് എത്രയാണെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് അതിന്റെ ഡയറക്ഷൻ വരയ്ക്കാമല്ലോ. C വെച്ചിട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ പോരെ, മണ്ടക്കോട്ടോ താഴോട്ടോ. മണ്ടക്കോട്ടാണ് കാരണം അത് ക്ലോക്ക് വൈസ്. അതുപോലെ തന്നെ CD എന്ന് പറയുന്ന നേരത്ത് ഈ മൂന്നാമത്തെ ലിങ്കിന്റെ വന്നിട്ട് എനിക്ക് വെലോസിറ്റി വരയ്ക്കാം. എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അതിന്റെ ഡയറക്ഷൻ എനിക്ക് വരയ്ക്കാം. പെർപെൻഡിക്കുലർ എടുത്ത് വരച്ചാൽ മതി. ഞാൻ C വെച്ച് വരച്ചു. പിന്നെ AD, ഈ AD-നെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, കളിക്ക് കൂട്ടത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഇത് ഫിക്സഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ചൊന്നും വരയ്ക്കാത്തത്, ഇവിടെ വെച്ചാണേലും AB-യുടെ ഒന്നും കയറ്റി വരയ്ക്കാത്തത്. കാരണം ഇത് ഫിക്സഡ് ആണ്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ വെച്ചിരിക്കുക. അപ്പം ഇത്രേ ഉള്ളൂ സംഭവം. അതിനുശേഷം എന്ത് ചെയ്തു, നമുക്കപ്പം N തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ N തന്നാൽ നമുക്ക് ഒമേഗ കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഒമേഗ = 2πn/60 ആണ്. അപ്പൊ നമുക്ക് ഒമേഗ കിട്ടും. ഒമേഗ എന്ന് പറയുന്നത് ഇതല്ലേ നമ്മൾ കണ്ടുപിടിച്ചു, ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ AB. അപ്പൊ ഒമേഗ AB കണ്ടുപിടിച്ച് നമ്മൾ ഒമേഗ കണ്ടുപിടിച്ച AB ആണ് 15.707. ഒമേഗ AB ആണ് 15.707 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത്. റേഡിയൻ പെർ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ് ഈ സൈഡിലേത്. അപ്പോൾ ഒമേഗ AB അറിയാം. അപ്പം നമ്മൾ ഈ കണക്ക് ഞാൻ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V = R ഒമേഗ എന്ന് പറഞ്ഞ ഈ ഒരു ഒറ്റ ഇക്വേഷൻ ആണ്. V = R ഒമേഗ. അപ്പം R എന്ന് പറയുന്നത് ഇതിന്റെ ഈ ലെങ്ത് ആണ്. ഓക്കെ, എപ്പോഴും ആ ലിങ്കിന്റെ ലെങ്ത് ആണ് ഇവിടെ R ആയിട്ട് എടുക്കുന്നത്. അപ്പം V = R ഒമേഗ. അപ്പൊ R എന്ന് പറയുന്നത് എത്ര, 30 mm എന്ന് കയറ്റി ഇട്ടേക്കല്ലേ. കാരണം വെലോസിറ്റിയുടെ യൂണിറ്റ് m/s. അപ്പൊ മീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് അവസാനം തലവേദനയില്ല. അപ്പൊ 30 mm എന്നുള്ളതിനെ ഞാൻ മീറ്ററിലേക്ക് ആക്കാൻ /1000 ചെയ്തു. അപ്പോൾ 0.03 × ഒമേഗ AB നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അത് എടുത്തിട്ട് കൊടുത്തപ്പോൾ എനിക്ക് എന്തോന്ന് കിട്ടി, VBA എന്ന് പറഞ്ഞ സാധനം കിട്ടി. ഇതിന്റെ എനിക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടി, എത്രയാണെന്നുള്ളതിന്റെ കിട്ടി. ഡയറക്ഷൻ ഓൾറെഡി അറിയാം, ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ അത് എത്രയാന്നുള്ള ഒരു അളവ് മാഗ്നിറ്റ്യൂഡ് എനിക്ക് വന്നിട്ട് ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടി 0.471 m/s. ഈ പറഞ്ഞ ഇത്രയും വരെയുള്ള കാര്യങ്ങൾ ആണ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ മെത്തേഡ് ആണെങ്കിലും ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിലും. ഓക്കെ, ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതാണ് മെത്തേഡ് വൈസ്. ഇനിയിപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഓടിപ്പോയി ഒരു വെലോസിറ്റി വെക്ടർ ഡയഗ്രാം വരയ്ക്കും. അതായത് നമുക്കൊരു വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അറിയാത്തതായിട്ട് രണ്ട് സംഭവമുണ്ട്, രണ്ട് വെലോസിറ്റി ഉണ്ട്. അപ്പൊ അത് നമ്മൾ വെലോസിറ്റി വെക്ടർ ഡയഗ്രാം ഉപയോഗിച്ച്
നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് അറിയാവുന്നതിന് നമ്മൾ പ്രോപ്പറായിട്ട് വരയ്ക്കാൻ നമ്മൾ സ്കെയിൽ ചെയ്യണം. 0.471. അപ്പം ഞാൻ 0.1 സ്കെയിൽ എടുത്തു. അപ്പോൾ 0.471 0.1 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യണം. എപ്പോഴും നമ്മൾ സ്കെയിലിനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. വരച്ചിട്ട് നമ്മൾ തിരിച്ചളക്കുന്നതിനെ തിരിച്ച് ഇൻറ്റു ചെയ്ത് കൺവേർട്ട് ചെയ്യണം. 5th മൊഡ്യൂളിൽ പറഞ്ഞ പോലെ തന്നെ. ശരി, അപ്പം സ്കെയിൽ ചെയ്തു, അത്ര സംഭവം. ഇനിയിപ്പോൾ ഈ അടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണം. ഇതിപ്പോൾ എങ്ങനെ വരയ്ക്കാം? എപ്പോഴും നമ്മൾ ABCD ഉണ്ടല്ലോ 4 പേര്, അതിൻ്റെ അകത്ത് AD എന്നുള്ളത് ഫിക്സഡ് ആണ്. അപ്പോൾ AD എന്നുള്ള ഫിക്സഡിനെ നമ്മൾ ഒറ്റ ഡോട്ടായിട്ട് എടുക്കും. അങ്ങനെ എടുത്ത ഡോട്ടാണ് ഇത് AD. ഓക്കെ, AD എന്ന് പറഞ്ഞ ഒറ്റ ഡോട്ട് എടുത്തു. ഇനി ഒറ്റ ഡോട്ട് എടുത്തിട്ട് നമ്മൾ ഇതിനെ നമുക്ക് അറിയാവുന്നത് ഏതാണ്? VBAയുടെ ഡയറക്ഷൻ ഇത്. അപ്പം നമ്മൾ ഇതിനെ ഇങ്ങനെ പാരൽ എടുത്ത് കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും. അല്ല, ഇപ്പം നമ്മൾ എവിടെ നിന്ന് വരയ്ക്കും എന്ന് പറഞ്ഞ് നമുക്ക് തോന്നാം. കാരണം BA എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് B ഉണ്ടോ? A ഉണ്ടോ? A ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് വരയ്ക്കാം. അങ്ങനെയാണ് ഇവിടെ നിന്ന് ഇത് താഴോട്ട് വരച്ചത്. താഴോട്ട് വരയ്ക്കാൻ കാരണം അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്, ക്ലോക്ക് വൈസ് അല്ലേ. അങ്ങനെയാണ് ഇങ്ങോട്ട് വരച്ചത്. ഓക്കെ, അപ്പോൾ ഈ B എന്ന് പറഞ്ഞത് കിട്ടി. കാരണം നമ്മൾ മെഷർ ചെയ്താൽ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഇത്രയും കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് 2 എണ്ണം വരയ്ക്കണം. എന്തൊക്കെയാ? CBയും CDയും. CB എങ്ങനെ വരയ്ക്കാം? ഇതിൻ്റെ അകത്ത് C ഉണ്ടോ? ഇതിൻ്റെ അകത്ത് B ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കാൻ പറ്റത്തില്ല. ഇവിടെ C ഉണ്ടോ? B ഉണ്ടോ? ഇവിടെ B ഉണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു, ലൈൻ ഓഫ് ആക്ഷൻ കൊണ്ടു കൊണ്ടേക്കോട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയോ C ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് CD. ഇതിൻ്റെ അകത്ത് C ഉണ്ടോ? D ഉണ്ടോ? ഉണ്ട്. ഇവിടെ B മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നാണ് അടുത്തത് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, ഇങ്ങനെ വരച്ചു. അപ്പോൾ ഈ തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ് എന്തോന്ന്? C. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് കിട്ടി, വെലോസിറ്റി കിട്ടി. അപ്പോൾ ഇത് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ മെഷർ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കണം. അതുപോലെ തന്നെ ഇതിനെ മെഷർ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കണം. മെഷർ ചെയ്തപ്പോൾ 3.5 സെൻറ്റിമീറ്റർ ഇൻറ്റു 0.1 സ്കെയിലുമായിട്ട് ഇൻറ്റു ചെയ്തു. ഇതിനെ മെഷർ ചെയ്ത് 2.3 സെൻറ്റിമീറ്റർ സ്കെയിലുമായിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് വാല്യൂസ് കിട്ടി. അപ്പം ഇതിനെ വെച്ചിട്ട് ഞാൻ എന്തോന്ന് ചെയ്യും? എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് കണ്ടുപിടിക്കും. എനിക്ക് എല്ലാ ഒമേഗയും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. AB നമുക്ക് അറിയാം. BC വേണോ കണ്ടുപിടിക്കണോ? അപ്പം എന്തോന്ന് എടുക്കുക? B. അപ്പോഴേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം BCയുടെ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാം BC ഇട്ട് കൊടുക്കുക. BCക്ക് R ഒമേഗ അല്ലേ, താഴെ VBC = RBC × ωBC എന്ന് പറഞ്ഞു കൊടുക്കുക. R എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലെങ്ത് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 50 കൺവേർട്ട് ചെയ്തെടുക്കുക 0.05 എന്നിട്ട് × ωBC അതാണ് അറിയേണ്ടത്. പിന്നെ VBC അത് നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു 0.23 അത് ഇട്ട് കൊടുക്കുക. ωBC എന്ന് പറയുന്നത് കിട്ടി, radian/second എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അതുപോലെ ഇനിയിപ്പോൾ നമുക്ക് CDയുടെ ആണോ കണ്ടുപിടിക്കേണ്ടത്? എല്ലാം CD ഇട്ട് കൊടുക്കുക. VCD = RCD × ωCD. അപ്പം VCD നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചു, അത് ഇട്ട് കൊടുക്കുക. RCD എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത്, അത് ഇട്ട് കൊടുക്കുക. ωCD നമുക്ക് അതിൽ നിന്ന് കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ഓരോ ഇതിന്റെ വെലോസിറ്റി നമുക്ക് ഇവിടെ ഈ വെലോസിറ്റി ഡയഗ്രാമിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ VCയുടെ ചോദിക്കുവാണെങ്കിൽ 0.35 m/s. എയുടെ ചോദിക്കുവാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ബിന്റെ ചോദിക്കുവാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എന്റെ ചോദിക്കത്തില്ല, അത് ഫിക്സഡ് ആണ്. ബിന്റെ ചോദിക്കുവാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. സിന്റെ ചോദിക്കുവാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരും. പിന്നെ വേറൊരു കാര്യം കൂടെ, എന്തിനാണ് ഇതിൻ്റെ അകത്ത് ഡയറക്ഷൻ ഇടുന്നത്? ഇതിൻ്റെ അകത്ത് ഡയറക്ഷൻ ഇടുന്നത് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഡയറക്ഷൻ ഇടുന്നതെന്ന് വെച്ചാൽ ഈ VBA എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ലേ, അങ്ങനെ പറഞ്ഞാൽ അത് A to B ആണ്. ഇപ്പൊ VAB എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണെങ്കിൽ അത് B to A ആണ്. രണ്ടാമത്തേൽ നിന്ന് ഒന്നാമത്തേലേക്കുള്ള അങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. ഓക്കെ, A to B. അതുപോലെ VAB എന്ന് എഴുതുകയാണെങ്കിൽ B to A. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ VBA എന്ന് എഴുതിയിരിക്കുന്നത്, അപ്പൊ A നിന്ന് B-ലേക്ക് താഴോട്ടാരോ. VCB എന്ന് പറയുമ്പോൾ B to C, B നിന്ന് C-ലേക്കാണ്. അപ്പൊ അങ്ങനെ മണ്ടയ്ക്കോട്ടാരോ. VCD എന്ന് പറയുമ്പോൾ D നിന്ന് C-ലേക്ക്, അപ്പൊ ഇങ്ങോട്ടേക്കാണ്. അങ്ങനെയാണ് ഈ ആരോ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ്, ഇത്രേ ഉള്ളൂ ഗ്രാഫിക്കൽ മെത്തേഡ്. 4 ബാറിന്റെ ഗ്രാഫിക്കൽ മെത്തേഡ്. ഇനിയിപ്പോ സ്ലൈഡർ ട്രാങ്ങിന്റെ ഗ്രാഫിക്കൽ മെത്തേഡ് കൂടെ ഉണ്ട്. അതും കൂടെ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് കഴിയും. അതിനുശേഷം ഇൻസ്റ്റന്റേനിയസ് സെന്റർ മെത്തേഡിന്റെ 2 ചോദ്യവും കൂടെ, 4 ബാർ സ്ലൈഡർ ട്രാങ്, അതും കൂടെ കഴിയുമ്പോൾ ഫുൾ മോഡൽ 1ന്റെ പ്രോബ്ലം സെറ്റാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഇത്.